മീനച്ചിൽ ഇന്നൊരാറല്ല, അവിടെവിടെയായുള്ള വെള്ളക്കെട്ട് മാത്രമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം രോഗാണുവാഹിയായി മാറിയിരിക്കുന്നു. ഓരുവെള്ളം കയറാതിരിക്കാൻ തടയണകൾ കൂടി കെട്ടുന്നതോടെ ആറിൻ്റെ ചെറിയ ഒഴുക്ക് പോലും ഇല്ലാതാകും. സ്ഥിതി ഈ വിധത്തിൽ നിൽക്കെയാണ് UDF സർക്കാർ മീനച്ചിൽ നദീതട പദ്ധതി പൊടിതട്ടിയെടുക്കുന്നത്. പദ്ധതി നടപ്പാക്കിയാൽ ജലസേചനത്തിന് വെള്ളം എവിടെ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ലോക ജനദിനാചരണ വേളയിൽ കോട്ടയത്തു നിന്ന് യു ഷൈജുവിൻ്റെ റിപ്പോർട്ട് കാണുക. രണ്ട് ദിവസമായിട്ട് മീനച്ചിലാറിന് കുറുകെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനേക്കാളും ഗുരുതരമായ ജലക്ഷാമം ഉണ്ടായിട്ടും ഇതുവരെ ഒരു തടയണ ഉണ്ടാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. മീനച്ചിലിന്റെ ഒഴുക്ക് തിരികെ തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇവർ. കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെ ആറിന്റെ രക്ഷയ്ക്ക് ശബ്ദമുയർത്തുന്നു. മീനച്ചിലിന്റെ താളാത്മകമായ ഒഴുക്കാണ് തങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമെന്ന തിരിച്ചറിവിൽ നിന്നുയരുന്ന പ്രതിഷേധത്തിന്റെ ചായങ്ങൾ. പരിസ്ഥിതി പ്രവർത്തകരുടെയും ചില സംഘടനകളുടെയും ജനജാഗ്രത പതിവ് തെറ്റാതെ തുടരുന്നുണ്ട്. സുഭഗസുന്ദരമായിരുന്നു മീനച്ചിൽ. അതിന്റെ ഓർമ്മകളാണ് ഇവരെ ജാഗരൂകരാക്കി നിലനിർത്തുന്നത്. കോട്ടയം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളിലെ ഒരു മടക്കിൽ നിന്നാണ് മീനച്ചിലാർ ആരംഭിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും താണ്ടി 78 കിലോമീറ്റർ പിന്നിട്ട് വേമ്പനാട് കായലിലാണ് മീനച്ചിലാർ അവസാനിക്കുന്നത്. കയ്യേറ്റങ്ങളാൽ സമൃദ്ധി നഷ്ടപ്പെട്ട മീനച്ചിലാറിൻ്റെ കാഴ്ചകളിലേക്ക്. വിനോദസഞ്ചാര മേഖലയായ വാഗമണിന് സമീപം അരയിക്കുന്നുമുടിയിൽ നിന്നാണ് മീനച്ചിലാറ് ഉത്ഭവിക്കുന്നത്. അടുക്കം, ഈരാറ്റുപേട്ട, ഭരണങ്ങാനം, പാല, കിടങ്ങൂർ, കോട്ടയം, താഴ്ത്തങ്ങാടി, കുമരകം വഴി വേമ്പനാട് കായലിലെത്തുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിവിധ കൈവഴികളിലായി തിരിഞ്ഞ് പിന്നീട് ഒന്നായി. സൗന്ദര്യത്തെ എടുത്തുകാട്ടിയായിരുന്നു ഒഴുക്ക്. ആറിന്റെ ഇരുകരയിലുള്ളവർക്കും മറ്റ് 10,000-കൾക്കും കുടിവെള്ളം നൽകിയിരുന്നു മീനച്ചിൽ. പ്രദേശത്തിനാകെ സ്വസ്ഥമായ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യാനും മീനച്ചിലാറിനെ കഴിഞ്ഞിരുന്നു. പക്ഷേ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകിയിരുന്ന മീനച്ചിലാർ ഇന്ന് കെട്ടിനിൽക്കുന്ന ജലാശയമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം മലിനമയമായി. ഇതേക്കുറിച്ചുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ മീനച്ചിലാറിന്റെ രോഗത്തെക്കുറിച്ച് വിശദമായ പഠനം നടന്നു. ചികിത്സ ഫലിക്കാതെ വന്നതോടെ ആറ് കൂടുതൽ രോഗാതുരമായി. മീനച്ചിലാറിനെ സംബന്ധിച്ച് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നോ ജലനാടി എന്നോ നമുക്ക് വിശേഷിപ്പിക്കുന്ന നദിയാണ്. പക്ഷേ കേരളത്തിലെ ഏത് നദികളെ സംബന്ധിച്ച് പറയാവുന്നതോ അതിൻ്റെ അപ്പുറമായോ മലിനീകരണത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു നദി കൂടിയാണിത്. കാരണം ഏറ്റവും കൊച്ചു നദികളിലൊന്നാണിത്. 136 കിലോമീറ്റർ നീളമേ ഉള്ളൂ. മാത്രമല്ല ഈ നദിയുടെ 96 കിലോമീറ്റർ നീളമേ നദിയുള്ളൂ. അപ്പോൾ ഈ നദിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം മധ്യ തിരുവിതാംകൂറിലെ കൊച്ചു കൊച്ചു പട്ടണങ്ങളുടെ മധ്യത്തിലൂടെയാണ് ഇത് ഒഴുകുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പട്ടണങ്ങളുടെ എല്ലാം ഉദാഹരണമായിട്ട് ഈരാറ്റുപേട്ട, പാല, കിടങ്ങൂർ, കോട്ടയം, അതുപോലെ തന്നെ കുമരകം തുടങ്ങിയ കൊച്ചു കൊച്ചു പട്ടണങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും പേരെണ്ണുന്ന ഒരു നദിയായി മാറി മീനച്ചിലാർ എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. മാത്രമല്ല ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ഭൂവിനിയോഗ ക്രമത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങൾ വർദ്ധിതമായ തോതിൽ വന്നു. വളരെയധികം പാറമടകളും മറ്റ് തരത്തിൽ ഭൂവിനിയോഗം വളരെ ദോഷകരമായ രീതിയിൽ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭൂഗർഭജല ശേഖരം തീരെ വറ്റി വരളുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ഫലമായിട്ട് മിക്ക പഞ്ചായത്തുകളും മീനച്ചിലാറിൻ്റെ ഓരോ പ്രദേശത്തുള്ള മിക്ക പഞ്ചായത്തുകളും ഇന്ന് വരൾച്ച ബാധിത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെട്ടുണ്ട് എന്നുള്ളൊരു തെളിവാണ്. അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്ന ആത്യന്തികമായി മീനച്ചിലാറിനെ തന്നെയാണ്. അപ്പോൾ മീനച്ചിലാറിൻ്റെ ജലശേഖരത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ ഫലമായി വേനൽക്കാലത്ത് രൂക്ഷമായ മലിനീകരണവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രോഗബാധയും ഇപ്പോൾ ഇവിടെ വ്യാപകമായി കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഏകദേശം 7-8 വർഷങ്ങളായിട്ട് മീനച്ചിലാറിൻ്റെ
മലിനീകരണത്തിൻ്റെ അളവ് പല സ്ഥലത്ത് അങ്ങ് അടുക്കം മുതലുള്ള കുമരകം വരെ നീളുന്ന ഇല്ലിക്കൽ വരെ നീളുന്ന വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പഠനം നടത്താറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മീനച്ചിലാറ്റിൽ ഒരു പറ്റം രോഗാണുക്കൾ സ്ഥിരമായി കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് പലതും പല അവസ്ഥകളിലും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഏകദേശം ഒരു 20-21 ബാക്ടീരിയകൾ, രോഗാണുകാരികളായ ബാക്ടീരിയകൾ, ഫംഗസുകൾ, ഇവയൊക്കെ മീനച്ചിലാറ്റിലെ ഏത് ഭാഗത്തു നിന്ന് വെള്ളമെടുത്ത് പരിശോധിച്ചാലും ഏതവസ്ഥയിലും കിട്ടുമെന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കോട്ടയം നഗരപ്രദേശത്ത് മീനച്ചിലാറിൽ നിന്ന് 12 ഇനം രോഗാണുക്കളും കുമാരനെല്ലൂർ പ്രദേശത്ത് നിന്ന് 10 ഇനം രോഗാണുക്കളും കണ്ടെത്തിയിരുന്നു. സാൽമോണല്ലോ, ബിബ്രിയോ, ക്ലബ്സിയലോ ന്യൂമോണിയ, സ്റ്റഫൈലോകോക്കസ് തുടങ്ങിയ രോഗാണുക്കളെയാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് നടത്തിയ പഠനം കണ്ടെത്തിയത്. ഈ അണുക്കൾ പ്രധാനമായും ത്വക്കുരോഗങ്ങളാണ് സമ്മാനിക്കുന്നത്. ആറുമായി നിത്യേന ഇടപഴകി ജീവിക്കുന്നവർക്കും ശുചീകരണ പ്രക്രിയ യഥാസമയം നടക്കാത്ത കുടിവെള്ള പദ്ധതികളിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കും ഇത് ഭീഷണിയാണ്. നദിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഇത് ഭീഷണി ഉയർത്തുന്നു. വെള്ളത്തിൽ കണ്ടെത്തിയ എയ്റോ മോണാസ് ഹൈഡ്രോഫില എന്ന ബാക്ടീരിയ മത്സ്യങ്ങളിലും തവളകളിലും രോഗമുണ്ടാക്കും. ആറിന്റെ പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ, വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾ, ലാബുകൾ തുടങ്ങിയവയിൽ നിന്ന് മാലിന്യം ഒഴുകിയെത്തുന്നത് ഇവിടെയാണ്. മീനച്ചിലാറിൻ്റെ തീരത്ത് സമൃദ്ധിയായി വളർന്നു നിൽക്കുന്ന അപൂർവ ഇനം മരങ്ങളാണ് ആറ്റുവഞ്ചി എന്നറിയപ്പെടുന്ന ഈ വൃക്ഷങ്ങൾ. കൃത്യമായി സർവേ നടത്തുകയോ സ്ഥാനം നിർണ്ണയിക്കുകയോ ചെയ്യാത്തത് ഒരു പ്രധാനപ്പെട്ട അപാകതയായി പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. റൂബിയാക്കി എന്ന പരമ്പരയിലെ ഓക്രി നക്ലി മിഷണീസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നതാണ് ആറ്റുവഞ്ചി എന്ന മരം. 2 ഏക്കറോളം സ്വാഭാവിക വനത്തിൽ ചെറുതും വലുതുമായ 1000ഓളം വൃക്ഷങ്ങൾ. കട്ടച്ചിറത്തോട് മീനച്ചിലാറിനോട് ചേരുന്ന ഏക്കൽ മണ്ണും മണലും അടിഞ്ഞുകൂടുന്നിടത്താണ് ഇതിന്റെ സമൃദ്ധി. ഈ പൊതുഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തുന്നതും മണൽ വാരുന്നതും കാടിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. കേരളത്തിൻ്റെ ഇത്ര സമൃദ്ധമായ സസ്യസമ്പത്ത് ഇല്ലാതാവാനാണ് സാധ്യത. അത് ഒഴിവാക്കണമെങ്കിൽ ഇത് സംരക്ഷിക്കുന്നതിന് ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ തുടരുന്ന രീതിയിലുള്ള മണൽ വാരലും കരമണൽ ഖനനവും എക്കൽമൺ ഖനനവും തുടരുകയാണെങ്കിൽ ഈ പരിസ്ഥിതി ഭദ്രമായ ഈ പ്രദേശം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നതിൽ സംശയമുണ്ട്. ആറ്റുവഞ്ചിക്കാട്ടിലെ മരങ്ങളുടെ സംരക്ഷണത്തിന് പരിസ്ഥിതി പ്രവർത്തകർ വനകാന്വേഷുമാരി നടത്തി. ഇതിന്റെ വിവരങ്ങൾ അധികാരികൾക്ക് സമർപ്പിച്ചു. യാതൊരു ഫലവുമില്ല. മീനച്ചിലാറിന് കുറുകെ 10 സ്ഥിര തടയണകളും അത്രത്തോളം വരുന്ന താൽക്കാലിക തടയണകളുമുണ്ട്. സ്ഥിര തടയണകൾ കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നു എന്നും താൽക്കാലിക തടയണകൾ കൊണ്ട് വേമ്പനാട് കായലിൽ നിന്ന് വരുന്ന ഓരുവെള്ളത്തെ തടഞ്ഞു നിർത്തി കാർഷിക മേഖലയെ രക്ഷിക്കാൻ സാധിക്കുന്നു എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ലക്ഷങ്ങൾ മുടക്കിയാണ് പല തടയണകളും നിർമ്മിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പ് ചെയ്യുന്ന ഈ പ്രവൃത്തി ഓരുവെള്ളം തടയാനാണെന്നാണ് വെപ്പ്. എന്നാൽ ഇത് ആറിനെ കൂടുതൽ ദോഷകരമായി ബാധിക്കുകയാണ്. കടുത്ത വേനൽക്കാലത്ത് ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് മീനച്ചിലാറിനെ 2ആയി തിരിക്കുന്ന തടയണ നിർമ്മാണം. മീനച്ചിലാറിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതോടുകൂടി ഗുരുതരമായി മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മീനച്ചിലാറിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുകയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തുമെന്ന് ആശങ്ക വ്യാപകമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ആയിരക്കണക്കിന് ആൾക്കാർ കുളിക്കുവാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീനച്ചിലാറിൻ്റെ ഈ തടയണയുടെ ഇരുവശത്തും വെള്ളം കെട്ടിക്കിടക്കുകയും മാലിന്യം അടിഞ്ഞുകൂടുകയും ചെയ്യുന്നത് മൂലം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. സാധാരണഗതിയിൽ ജനുവരിയിലാണ് ഉപ്പുവെള്ള ഭീഷണി ഇവിടെയുള്ളത്. എന്നാൽ ബണ്ട് നിർമ്മാണം അവസാന ഘട്ടം എത്തിയപ്പോഴാണ് ഇതൊരു പാഴ്വേലയാണെന്ന് തിരിച്ചറിയുന്നത്. ഇരുകരകളിലും താമസിക്കുന്നവരുടെ കിണറുകളിൽ നിന്ന് ലഭിക്കുന്നത് ഉപ്പുരസമുള്ള വെള്ളം. ശുദ്ധജലം കിട്ടാനാണ് ബണ്ട് കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ ആറിൽ നിന്ന് വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിലേക്ക് അടിക്കുന്ന ജലത്തിൽ ഇപ്പോഴും ഉപ്പുരസമാണ്. തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകളിലെ കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങുമെന്ന ആശങ്ക ശക്തമാണ്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള
വൈദ്യുതോൽപാദനത്തിന് ശേഷമുള്ള ജലം മീനച്ചിലാറ്റിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതിയിലൂടെ മീനച്ചിലാറ്റിൽ വെള്ളം എത്തിക്കുക എന്നത് ഫലപ്രദമാകുമെന്ന് സാമാന്യ യുക്തിക്ക് പോലും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. നിലവിൽ ഇടുക്കിയിലെ വെള്ളം മൂവാറ്റുപുഴയാറ്റിൽ നിന്ന് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറിഗേഷന് വേണ്ടി എത്തിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ചിട്ടുള്ള കനാലുകൾ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ഈ വർഷം ഒരു നനയ്ക്കുള്ള വെള്ളം പോലും ആ കനാലുകളിലൂടെ ഒഴുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി പുതിയ തുരങ്കം കൊണ്ടുവന്ന് മീനച്ചിലാർ നിറയെ വെള്ളമൊഴുകുക എന്ന ഒരു സങ്കല്പം വെച്ചു പുലർത്തണമെങ്കിൽ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കാതെ നിവൃത്തിയില്ല. ഉപേക്ഷിച്ച മീനച്ചിൽ നദീതട പദ്ധതി പൊടിതട്ടിയെടുത്ത് വീണ്ടും കൊണ്ടുവരുന്നതിലും ജനങ്ങൾ ആശങ്കയറിയിക്കുന്നു. പുതിയ ബജറ്റിൽ 50 കോടി നീക്കിവെച്ചതോടെ പദ്ധതിയെക്കുറിച്ച് ചർച്ച സജീവമായി. സർക്കാർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്ന പദ്ധതിക്ക് എവിടെ നിന്ന് ജലം എന്നാണ് ജനത്തിന്റെ ചോദ്യം. ഇന്നും ഒരു ദേശത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുകയാണ് മീനച്ചിലാർ. അനധികൃത കയ്യേറ്റങ്ങളാൽ ഇടം നഷ്ടപ്പെടുന്ന മീനച്ചിലാറിനു വേണ്ടി സർക്കാരിൻ്റെ സമയബന്ധിതമായ ഇടപെടലാണ് ആവശ്യം.